ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചി തൈരാണ് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇഞ്ചി തൈര് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ഇഞ്ചി തൈരിൻ്റെ പേരിൽ തന്നെ ഉണ്ടല്ലോ, ഇഞ്ചിയാണ് അതിന്മേൽ മെയിനായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ പച്ചമുളക്, ഞാനിപ്പോൾ ഇത് ചൂനിമുളകാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ വീട്ടിലുണ്ടായിട്ടുള്ള ചൂനിമുളകാണ് കേട്ടോ. കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് എനിക്ക് ചൂനിമുളകോ അതുപോലെ തന്നെ ഉണ്ടമുളകില്ലേ അതൊക്കെ ഇടുമ്പോഴാണ്. ഇനി അഥവാ അങ്ങനത്തെ മുളകൊന്നും കിട്ടിയില്ലെങ്കിൽ സാധാ മുളക് തന്നെ മതി കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇഞ്ചിത്തൈര് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ ഇഞ്ചിയുടെ തൊലി കളയാം കേട്ടോ. അപ്പോൾ ഇഞ്ചിയുടെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഇഞ്ചി നൈസായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. നമുക്ക് എത്ര നൈസായിട്ട് അരിയാൻ പറ്റുമോ അത്രയും നൈസായിട്ട് അരിയാനായിട്ട് നോക്കാം. അപ്പോൾ നൈസ് അരിയണതിന് മുന്നേ ആദ്യം ഇതുപോലെ സ്ലൈസസ് ആയിട്ട് ഒന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലപോലെ ചെറിയ ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പച്ചമുളക് ഇതേപോലെ നൈസായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് നോക്കാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇത് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇഞ്ചിത്തൈരിലേക്കുള്ള ഇഞ്ചിയും പച്ചമുളകും വേപ്പിലും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് 1 കപ്പ് തൈരാണ്. ഇതിപ്പോൾ നല്ല പുളിയുള്ള തൈരുമല്ല, എന്നാൽ തീരെ പുളി കുറവുള്ള തൈരുമല്ല, ഒരു നോർമൽ പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഈ തൈരിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തൈരിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നല്ലപോലെ ഉടഞ്ഞു കിട്ടും. അപ്പം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലും എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇഞ്ചിത്തൈര് റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ? സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ടുള്ള ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഉപ്പെല്ലാം പെർഫെക്റ്റാണ്, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചിത്തൈര് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പ്രത്യേകിച്ച് നമ്മളിതിലേക്ക് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട, എക്സ്ട്രാ വെള്ളം വരെ ഒഴിച്ച് കൊടുക്കണില്ല. എടുക്കുന്ന തൈരിൻ്റെ ആ ഒരു എത്രയാണ്, ഇപ്പോൾ 1 കപ്പ് തൈരാണ് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ 1 കപ്പ് തൈര് മാത്രമേ നമ്മൾ ഒഴിച്ച് കൊടുക്കണുള്ളൂ. ഈ തൈരിലേക്ക് ഇഞ്ചിയുടെയും അതുപോലെ തന്നെ വേപ്പിലയുടെയും അതുപോലെ തന്നെ ആ പച്ചമുളകിൻ്റെയും എല്ലാം ഫ്ലേവർ അങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതിൻ്റെ ഒപ്പം ചൂട് ചോറും പപ്പടം കൊണ്ട് വേണമെങ്കിൽ പിന്നെ വേറെ എന്താ വേണ്ടത്, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇഞ്ചിത്തൈരിൻ്റെ ഒരു കഥയൊക്കെ ഉണ്ട്, 108 കറികൾക്ക് സമാനമാണെന്നാണ് പറയുക ഇഞ്ചിത്തൈര്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. അപ്പോൾ ഈ ഇഞ്ചിത്തൈരിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.